ഷുഗറിന്റെ ഗുളിക ഒരു 5-6 എടുത്ത് കഴിക്കും ഞാൻ. പച്ചവെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കില്ല. അപ്പം എന്താ തളർന്ന് കിടക്കുമല്ലോ നമ്മ. അങ്ങനെ ഒരു 5-8 ദിവസം അങ്ങനെ കിടന്ന്. അവിടെ ഇരിക്കണേക്കാളും ഭേദം പേടിച്ചിരിക്കണ്ടല്ലോ. ആരാണ് എന്താ പറയണതെന്ന് ഓർത്ത് പേടിച്ചാണ് ഇരിക്കണം. ഒരു സംസാരിക്കാനോ ഫോൺ ചെയ്യാനോ ഫോണിൽ കൂടി ഇപ്പം എൻ്റെ അനിയത്തിനോ ആരെയും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പം തന്നെ അത് വേറെ കഥകളൊക്കെ ആക്കിയിട്ട് നമ്മളെ കുത്തുവാക്ക് പറയും. അപ്പം അതിൽ നിന്നൊക്കെ പിള്ളേരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പം ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ, ഷുഗറിൻ്റെ ഗുളിക ഒരു 5-6 എടുത്ത് കഴിക്കും ഞാൻ. പച്ചവെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കില്ല. അപ്പം എന്താ തളർന്ന് കിടക്കുമല്ലോ നമ്മ. അങ്ങനെ ഒരു 5-8 ദിവസം അങ്ങനെ കിടന്ന്. അങ്ങനെയാണ് ഞാൻ അവിടെ ജീവിച്ചു പോകുന്നത്. എന്താണെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് കഴിച്ച് തളർന്ന് ഞാൻ കിടന്നത്. നമ്മ ആരോടൊന്നും ഞാൻ പറയാനും പോയിട്ടില്ല. അവരൊന്നും അന്വേഷിക്കാറില്ല. ഭക്ഷണമൊക്കെ കഴിക്കത്തില്ലായിരുന്നു ആ സമയത്ത്. വെള്ളം വരെയും കുടിക്കില്ല. ചിലപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം വെള്ളം മേടിച്ച് കുടിച്ചായിരുന്നു. ആരോഗ്യം ഉണ്ടല്ലോ പിടിച്ചു നിന്ന് പോണേ. ഞാനതാണ് നമുക്ക് ഇത് മനസ്സ് ഇതായിട്ടേ അങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നേച്ചാണ്. പിന്നെ ഞാൻ എൻ്റെ നേരെയുള്ള ആങ്ങളെ കൊപ്രാക്കളാണ് അവന് ഷെയർ കിട്ടിയേക്കണം. അപ്പോൾ ഒരു ദിവസം ഞാൻ അവൻ്റെ അവിടെ ചെന്നാൽ കോലായി ഞാൻ മറിഞ്ഞു വീണ്. അപ്പോൾ അവൻ ഓടിപ്പോയി എൻ്റെ മറ്റേ അവരെയൊക്കെ വിളിച്ചിട്ട് വന്ന് പേടിയായിപ്പോയി. ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന ഓർത്ത്. അതുവരെ അങ്ങനെ ഒതുങ്ങി നിന്ന് പോകണമെങ്കിൽ ഞാൻ നിന്ന് ചാകൂലെന്ന് എനിക്കറിയാം. നമുക്ക് ഒന്നും കഴിക്കാതെ ഈ ഷുഗറിൻ്റെ കഴിച്ച് കഴിഞ്ഞ് തളർന്ന് കിടക്കുന്നല്ല, ഷുഗർ ചിലപ്പോൾ ഇറങ്ങി പോകുമായിരിക്കും. അത്രയും മാനസികമായിട്ട് ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായി അവിടെ. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസിനോട് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങൾ. അപ്പോൾ എൻ്റെ അനിയത്തിരെ കെട്ടിയതിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത്. പിന്നെ അതും കഴിഞ്ഞ് എനിക്ക് നിൽക്കാനായിട്ട് അത്ര മാനസികമായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനത്തിലോട്ട് ഞങ്ങൾ കൊണ്ടുപോകണേണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇനി വേണ്ട. അപ്പം ഇപ്പം അവർക്കൊരു ഇതും ഇല്ലല്ലോ. അപ്പം തെളിവൊന്നും ഇല്ലല്ലോ. ആദ്യമൊക്കെ കുറേ യുദ്ധം പെട്ടി അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ. അതെൻ്റെ അനിയൻ ഇളയാങ്ങള അവന് ഇച്ചിരി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം വിളിച്ച് സംസാരിച്ച് അവധി കൊടുക്കണമെന്ന്. അവധി എന്ന് വെച്ചാൽ 2 മാസം കൊടുക്കാം. ഈ ആൾക്കാരെ ഇനി അവിടെ താമസിച്ചാൽ എനിക്ക് കൊടുക്കേണ്ടത് ആ മക്കൾക്ക് ഞാൻ കൊടുക്കും. ഇവർ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതെനിക്ക് പറയണമെന്ന് ഓർത്തിരിക്കണേ. രാജേഷിനാണെങ്കിലും 2 മാസത്തെ എല്ലാവരും പറഞ്ഞു 2 മാസത്തേക്ക് ഉള്ളിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മേരക്കിടാങ്ങളുണ്ട്, മരുമക്കളുണ്ട്, ഇയാളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. പ്രേമിച്ച് കെട്ടിക്കൊണ്ടുപോയാലേ ഒന്നുമില്ല. അയാൾ ഇവിടുത്തെ ഇത് കണ്ടുകൊണ്ടാണ് കൊണ്ടുപോയതെന്ന് തോന്നണത്. 10-34 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഒരു തരി മണ്ണ് മേടിക്കാൻ അയാൾക്ക് പറ്റിയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടുകൊണ്ടല്ലേ ആ പണിക്ക് നടന്നേച്ചത്. അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടിയാളം പോറ്റണം. മക്ക പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ച് ഒരു നിലയിലായതുകൊണ്ട് അതുങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ച് അവിടെ നിൽക്കണം. ആര് ഇയാൾ ജോലിക്ക് പോകുന്നുണ്ട്. അയാൾക്ക് ഇപ്പോൾ 60 വയസ്സൊക്കെ ഉണ്ടോ. എന്നാലും കണ്ടാൽ പറയും. അനിയത്തിക്ക് 58 വയസ്സുണ്ടോ. എന്നാലും കണ്ടാൽ പറയില്ല. 30-40 വയസ്സിൻ്റെ ഇതിലാണ് നടക്കുന്നത്. മനസ്സ് ശരിയല്ലല്ലോ. നമ്മൾ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ അയാൾക്കാ ഒന്നുമില്ല. ഞാൻ നിന്നിട്ടാണ് ഇവക്ക് വീതം നടന്നപ്പോഴേ ഞാനാ നിന്ന് പറഞ്ഞത് ഇവക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കണമെന്നൊക്കെ. ഞാൻ ഒരു മനുഷ്യൻ പറയാനില്ല. ഞാൻ എന്നോട് തന്നെയാണ് ഈ കിടന്ന് ഈ യുദ്ധം വിട്ടണത്. ആ 4 സെന്റ് സ്ഥലം കൊടുത്തായിരുന്നു. അത് അവരെന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നേക്കണം 3 സെന്റ് സ്ഥലം. അതിൻ്റെ ഇപ്പുറത്ത് 4 സെന്റ് സ്ഥലം. അത് മക്കളെ കെട്ടിക്കാൻ എന്താ ചെയ്തെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനിത് ഇവർക്കൊരു വീടില്ലാത്ത കാരണം കൊടുക്കുക അതിൻ്റെ കാലശേഷം എന്നാണ് പറഞ്ഞിച്ചത്. അതേ ചൊല്ലിയാണ് ഇവർ വാശി പിടിച്ചത്. അത് ആരാണ്ടിൻ്റെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ എല്ലാവരും ഒപ്പിടേണ്ടി. 6 സഹോദരന്മാർ ഇളയതുണ്ടല്ലോ. അപ്പം എല്ലാവരും അവകാശികളായിരിക്കും എന്നും പറഞ്ഞിട്ട് അതേ ചൊല്ലിയാണ്. അപ്പം ഇവളെ എന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചേക്കണം ഞാൻ മറക്കുമോ. അപ്പം ഞാൻ പറഞ്ഞ് നടക്കില്ലെന്ന് പറഞ്ഞു. മക്കളുടെ പേരിൽ എഴുതി വെച്ചെടുക്കുമ്പോൾ അതെങ്ങനെ ശരിയാണ്. അവൾ വേറെ വീട്ടിലായിരുന്നു. അപ്പം ഇയാൾ വേറെ വീട്ടിലല്ലേ. ഇതെൻ്റെ തൈക്കൂട്ടത്തിലെ വീട്ടിലെ മണ്ണാണിത്. അല്ലാതെ ഇയാക്കടെ അവിടെ നിന്ന് കൊണ്ടുവന്നതല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിങ്ങനെ പറഞ്ഞു അത് നടക്കൂല. എൻ്റെ കാലശേഷം ഞാൻ കൊച്ചിൻകട പേരിൽ എഴുതി വെച്ച് കൊടുക്കാമെന്ന് മാത്രമേ. അതേ ചൊല്ലിയാണ് ഉണ്ടായത്. എനിക്കാണ് വരും. അതങ്ങനെയാണല്ലോ. എനിക്ക് മക്കളൊന്നും ഇല്ല. അവരത് ചിന്തിച്ച് അവരത് പറഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിക്കണത്. മനസ്സിലായില്ലേ. നമ്മ നേരെ എൻ്റെ കാലം കഴിയുമ്പോൾ ഇവർക്ക് അത്ര തന്നെ ഞാൻ അന്നും ഇന്നും എപ്പോഴും വിചാരിച്ചേക്കണം.